ജീവിതത്തിൽ വിജയിച്ച ആൾക്കാർ വളരെ കുറവാണല്ലേ? അതിനെന്താ കാരണം അതറിയോ? അത് വേറൊന്നല്ലടാ, വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്, പണിയെടുക്കണമല്ലേ? അപ്പോൾ ആ പണിയെടുക്കാൻ മനസ്സുള്ള ആൾക്കാർ വളരെ കുറച്ചാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏതൊരു കാര്യവും നമുക്ക് വേണം എന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ നാം ആ ഒരു കാര്യത്തിൽ വിജയത്തിലേക്ക് എത്തുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് ആൾക്കാരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല എന്നും പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകും. അവരാണ് ജീവിതത്തിൽ എവിടെയും എത്താത്ത ആൾക്കാർ. അവരുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർ വിജയിക്കുന്ന സമയത്ത് അവരെ നോക്കി കുറ്റം പറയും, അത്രേ ഉള്ളൂ. പക്ഷേ വിജയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേറെ ആരും നോക്കില്ല. അവർ അവരുടെ കാര്യം മാത്രം നോക്കിയിട്ട് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയി അവർക്ക് എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഏതൊക്കെ വഴികളിൽ കൂടെ ചെല്ലാൻ പറ്റും അതിൽ കൂടെയൊക്കെ അവർ ചെല്ലും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാട്ടോ. ഇപ്പോൾ കുറേ പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലോട്ടറി അടിക്കണം അല്ലേ? ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ലക്ഷപ്രഭു ആവാന്നൊക്കെയാണല്ലേ. പക്ഷേ ഈ ലോട്ടറി അടിക്കാനായിട്ട് എന്താണ്, ലോട്ടറി എടുക്കണമല്ലേ? അതിന് പോലും മുതിരാത്ത ആൾക്കാരാണ്. ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കുള്ളൂ. അതിന് പോലും ഒരു ചെറിയൊരു സ്റ്റെപ്പ് വെക്കാത്ത ആൾക്കാരാണ് ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർ. സോ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമില്ല, നമ്മൾക്ക് ആഗ്രഹമുണ്ട്, എത്തിപ്പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് ഏതൊക്കെ വഴികളിൽ കൂടെ നമുക്ക് ചെല്ലാൻ പറ്റുമോ അതിലൂടെയൊക്കെ ഇറങ്ങി ചെന്ന് കൺസിസ്റ്റൻ്റായി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്കും ഷെയറും ചെയ്യണം. ബൈ.